ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീട്ടിലെന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡെസേർട്ടാണ് കേട്ടത്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് 3 ക്യാരറ്റാണ് കേട്ടോ. ഈ ക്യാരറ്റ് ഇതേപോലെ ചെറിയ പീസാക്കി കൊടുത്ത ശേഷം അത് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചിട്ടെടുക്കണം. ഇപ്പോൾ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റിയിട്ടേക്കാം. ഇനി അടുത്തായിട്ട് പാൻ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യും ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ ഒന്ന് ഇതിലോട്ട് ഒഴിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആ ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ ഒന്ന് മാറുന്നവരെ കുക്കായിട്ട് വരണം. ഇതൊന്ന് കുറച്ച് നേരം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള പാലാണ്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ പാല് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ഈ പാലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതിലോട്ട് ചേർത്ത് കൊടുക്കണം 1/2 കപ്പ് റവയാണ് കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് റവ കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വിടാതെ തന്നെ ഇളക്കിയിട്ട് എടുക്കാം. വറുത്ത റവയാലും വറുക്കാത്ത റവയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. റവയൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പാനിന്നൊക്കെ വിട്ട് വരുന്ന സ്റ്റേജ് എത്തുമല്ലോ, നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാകുമ്പോൾ പാനിന്നൊക്കെ വിട്ട് വരുന്നത് കണ്ടോ. അപ്പോൾ ഈ സ്റ്റേജ് എത്തുമ്പോൾ ഒന്ന് ഓഫ് ചെയ്യാം, ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു മറ്റൊരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അത് ചെറിയ ചൂടോട് കൂടി കൈ വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അതിന് ശേഷം ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് എടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഞാനിത് കുറച്ചൊന്ന് എടുത്തിട്ട് ചെറിയൊരു ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. കണ്ടോ, ഈ രൂപത്തിലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ ചെറിയൊന്ന് ബോൾസ് ആക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. ഉണ്ടാവും ബാക്കിയെല്ലാം അതേപോലെ ഒന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കണം. ഓൾറെഡി ഇതിലുള്ള എല്ലാ സാധനവും കുക്കായി വന്നതാണ് കേട്ടോ. ഇത് സ്റ്റീം ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാനായിട്ടാണ്. ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് 5 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇട്ടത്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് പാൻ എടുത്ത ശേഷം അതിലോട്ട് 1/2 ലിറ്റർ പാലും കൂടെ ഒഴിച്ചിട്ട് കൊടുക്കാം. പാലൊക്കെ ചെറുതായിട്ടും ചൂടായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/2 കപ്പ് പഞ്ചസാര കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറച്ച് നേരം ഇളക്കി കൊടുത്ത് നന്നായിട്ട് തിളച്ചിട്ട് വരട്ടെ കേട്ടോ പാലൊന്ന്. ഇനി ഇതിലോട്ട് 3 ഏലക്ക ചതച്ചും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പാൽ നല്ലപോലെ തന്നെ തിളപ്പിച്ചിട്ട് എടുക്കാം. പാൽ നല്ലപ്പോഴൊക്കെ തിളച്ചിട്ടൊന്ന് വറ്റി വരാനായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ ബോൾസ് ഉണ്ടല്ലോ അതിലോട്ട് ഇട്ടിട്ട് കൊടുക്കാം. ഇതിന് കുറച്ചൊന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബോൾസ് ഒരു 5-6 മാറ്റി വെച്ചിട്ടുണ്ട്. മുകളിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇനി അടുപ്പം തുറന്നിട്ട് ഞാൻ അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി പാല് കലക്കി അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അരിപ്പൊടി മിക്സും കൂടി ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് തിക്കായി തുടങ്ങും. അങ്ങനത്തെ പോലെ ഇളക്കിയിട്ട് എടുക്കാം. അപ്പോഴും മിക്സും കൂടെ ചേർത്ത് കുറച്ച് നേരം കൂടി ഇളക്കി തിളപ്പിച്ചിട്ട് എടുക്കാം. 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ടെടുത്താൽ മതി കേട്ടോ. കൂടുതൽ നേരം തിളപ്പിച്ചെടുക്കുമ്പോൾ ഒന്ന് കട്ടിയായി പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഒന്ന് മറ്റൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ക്യാരറ്റിൻ്റെ ബോൾസ് ഉണ്ടല്ലോ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു അടിപൊളി ഡെസേർട്ടാണ് ഇട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്.
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ.